Welcome back. So in the last class we have discussed about friction, right? ഘർഷണം ഇത് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു കഴിഞ്ഞു. ഇനി വാഹനങ്ങൾ വളവുകൾ തിരിയുന്ന സമയത്ത് ഈ ഘർഷണത്തിന് ഒരു വളരെ വലിയ റോളുണ്ട്. നമുക്കറിയാം, ഒരു വസ്തുവിന് വൃത്താകൃതിയിലുള്ള ചലനത്തിന് വിധേയമാകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ ഏതെങ്കിലും വേണം. അപ്പോഴൊരു വാഹനം ഒരു വളവ് തിരിയുന്ന സമയത്ത് ടയറിനും റോഡിനും ഇടയ്ക്ക് ഘർഷണം ഉണ്ടാവുന്നുണ്ട്. ഈ ഘർഷണം അഥവാ ഫ്രിക്ഷനാണ് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ ടുഡേ വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് വെഹിക്കിൾസ് which are executing a curvature or which are turning a curvature. So when a vehicle turns on a circular path, it requires centripetal force. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ വാഹനങ്ങൾക്ക് ഈ രീതി കാണിച്ച പോലെ ഒരു സർക്കുലർ പാത്ത് കവർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ റോഡിനും ടയറിനും ഇടയ്ക്കുള്ള ഘർഷണമാണ് ഇതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എല്ലായ്പ്പോഴും ഉയർന്ന അളവിലുണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനത്തിന് സേഫായിട്ട് ഒരു ലെവൽ കർവേച്ചർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലെവൽ കർവേച്ചർ മീൻസ് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിലുള്ള വൃത്താകൃതിയിലുള്ള ചലനം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫ്ലാറ്റായ ഗ്രൗണ്ടിലുള്ള ഒരു സർക്കുലർ പാത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ 100 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ ഒക്കെ ഓട്ട മത്സരം ഗ്രൗണ്ടിൽ വെക്കാറുണ്ട്. അപ്പോൾ അത് ഫ്ലാറ്റായ ഗ്രൗണ്ടാണ്, പക്ഷേ അത് ഒരു വട്ടത്തിലാണ് ഓടുന്നത്. എന്ന് പറഞ്ഞ പോലെ വളരെ ഫ്ലാറ്റായ ഒരു ഗ്രൗണ്ടിൽ, ഫ്ലാറ്റായ പ്രതലത്തിലൂടെ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി വട്ടത്തിൽ ഓടുകയാണെങ്കിൽ ആ വസ്തുവിന് ആവശ്യമായ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആ വാഹനത്തിന്റെ ടയറും പ്രതലവും തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഷൂവും ഈ നിലവും തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ്, ഇതാണ് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിലത്ത് ചരലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ഫ്രിക്ഷൻ കുറയും, നമുക്ക് കാല് തെന്നിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായ്പ്പോഴും ഈ പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. In the last class we have seen that friction force F is equal to mu r. So mu r should be greater than or equal to mv square by r, where m is the mass of this vehicle, v is its velocity, and r is the radius of this path, radius of the circular path. So but r is equal to mg. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ് r എന്ന റിയാക്ഷൻ നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ is equal to mg, that is greater than or equal to mv square by r. So both m's will be cancelled, and what is remaining is v square by r is less than or equal to mu g. Therefore v square should be less than or equal to mu rg, or v should be less than or equal to square root of mu rg. എന്ന് വെച്ച് കഴിഞ്ഞാൽ velocity of the vehicle should be less than or equal to root of mu rg. അപ്പോൾ ഈ കണ്ടീഷനിൽ മാത്രമേ ഈ വാഹനത്തിന് ഈ ഒരു സർക്കുലർ പാത്ത് കൂടെ സുരക്ഷിതമായിട്ട് സേഫായിട്ട് ടേൺ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ മ്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം മ്യൂ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടു സർഫസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കാറും ഈ റോഡുമാണെങ്കിൽ ഈ ടയറിന്റെയും റോഡിന്റെയും പ്രതലങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ ഒരു കോഎഫിഷ്യന്റ്, ദാറ്റ് മ്യൂ ഇസ് എ കോൺസ്റ്റന്റ്. ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ്, വിച്ച് ഈസ് അഗെയിൻ എ കോൺസ്റ്റന്റ്. ജി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഗുണിച്ചിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു വില കിട്ടും. ആ വില എത്രയാണോ അതിനേക്കാളും കുറവായിരിക്കണം ഈ കാറിന്റെ വേഗത. സോ ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ v is greater than the square root of mu or g,
then the car will skid off from the roads. അപ്പോൾ വാഹനം റോഡിൽ തെറിച്ചു പോകും. അപ്പോൾ കുറഞ്ഞ വേഗത എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഈ വാഹനത്തിന് സേഫായിട്ട് ഈ ടേൺ കടന്നു പോകാൻ ആവശ്യമായുള്ള മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. അപ്പോൾ ഈ റൂട്ട് ഓഫ് മ്യൂ ആർ ജിയേക്കാളും വെലോസിറ്റി കുറഞ്ഞിരുന്നാൽ മാത്രമേ ഈ വാഹനം സേഫായിട്ട് ഈ ടേണിങ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. If the velocity is greater than root of mu rg, then the vehicle will skid off from the roads. So this is the maximum speed by which vehicle can turn in a circular path of radius r, where coefficient of friction between the road and tire is mu. അപ്പോൾ mu എന്ന് പറയുന്ന coefficient of frictionും g എന്ന് പറയുന്ന acceleration due to gravity, r എന്ന് പറയുന്നത് റേഡിയസ്, ഇവയുടെ പ്രൊഡക്റ്റിന്റെ സ്ക്വയർ റൂട്ടിനേക്കാളും കുറവായിരിക്കണം ഈ വാഹനത്തിന്റെ വേഗത. So this is the maximum velocity with which a vehicle can execute this level curvature. Then bending of a cyclist. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അവരൊക്കെ ടേണിങ്ങിൽ എന്ത് ചെയ്യും? ഒന്ന് ബോഡി പതുക്കെ ചെരിക്കുന്നത് കാണാം. വാഹനങ്ങൾ ഇപ്പോൾ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ പോകുന്ന ആൾക്കാർ വളവ് തിരിയുന്ന സമയത്ത് വാഹനം നന്നായിട്ട് ചെരിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെന്നെ ബെൻഡ് ചെയ്യാറുണ്ട്. വൈ? എ സൈക്ലിസ്റ്റ് പ്രൊവൈഡ്സ് ഹിംസെൽഫ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ബൈ ലീനിങ് ഇൻവേർഡ് ഓൺ എ ഹോറിസോണൽ ട്രാക്ക് വൈൽ ഗോയിങ് റൗണ്ട് എ കർവ്. അപ്പോൾ ആവശ്യമായുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ചെരിയുന്നത്. ഈ രീതി ഇവിടെ കാണിച്ച പോലെ ഈ സൈക്കിൾ നേരെ നിൽക്കുന്നത്, ഇത് ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? തീറ്റ ആംഗിൾ ടേൺ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ലീനിങ് ഇൻവാർഡ്. അപ്പോൾ ഈ സർക്കുലർ പാത്തിന്റെ അകത്തേക്കാണ് തീറ്റ ആംഗിൾ ടേൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ടു പ്രൊവൈഡ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആവശ്യത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലീൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ എം ജി ഈസ് ദ വെയിറ്റ് ഓഫ് ദി ബോഡി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവാർഡ്. ആൻഡ് ഫ്രം ദിസ് ഡയഗ്രാം വി ക്യാൻ സീ ദാറ്റ് r sin theta is equal to what? mv square by r. ഇവിടെ r sin theta is acting into the what? Into circular path or towards the center of the circular path, and mv square by r is acting outwards. So r sin theta is balanced by mv square by r. അതുപോലെ r cos theta is balanced by mg. So these are two equations. Now we are finding the ratio of 1/2. So r sin theta by r cos theta is equal to mv square by r divided by mg, അല്ലെങ്കിൽ into 1/mg നമുക്ക് കൊടുക്കാം, right? So both m's will be cancelled and r's will be cancelled. Sin theta by cos theta is tan theta, which is equal to v square by rg, right? Therefore v square is equal to what? rg tan theta, or v is equal to root of rg tan theta, right? So v is a function of theta. Theta എന്താണ്? ഇങ്ങനെ ലീൻ ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. r റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ആണ്, കോൺസ്റ്റന്റ് ആണ്. ജിയും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ തീറ്റ എന്താണ്? തീറ്റ നമുക്ക് വാരി ചെയ്യാം. വാഹനം ചെരിയും തോറും ആംഗിൾ തീറ്റ കൂടി വരും. അങ്ങനെ ആംഗിൾ തീറ്റ കൂടുന്തോറും സംഭവിക്കും, നമുക്ക് വി എന്ന് പറയുന്ന വില കൂടും. അഥവാ ഈ സൈക്ലിസ്റ്റിന് ഈ സർക്കുലർ പാത്ത് കൂടെ കടന്നു പോകാനുള്ള വേഗത കൂടിക്കൊണ്ടിരിക്കുന്ന എപ്പോഴാണ്? ഈ ആംഗിൾ തീറ്റ കൂടുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ ആംഗിൾ തീറ്റ കൂട്ടുകയാണെങ്കിൽ ഈ സൈക്ലിസ്റ്റിന് വേഗത്തിൽ ഈ സർക്കുലർ പാത്ത് ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടുതൽ വേഗത്തിലാണ് ഈ സർക്കുലർ പാത്ത് കൂടെ കടന്നു പോകുന്നത്, എന്ത് ചെയ്യും? വാഹനം കൂടുതൽ ചെരിയും. അതേസമയം വളരെ പതുക്കെയാണ് ഈ സർക്കുലർ പാത്തിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നെങ്കിലോ തീറ്റയുടെ അളവ് വളരെ കുറഞ്ഞിരുന്നാൽ മതി. അപ്പൊ വാഹനം കാര്യമായിട്ട് ചെരിക്കേണ്ടതില്ല. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ടാൻ തീറ്റ. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ആംഗിൾ തീറ്റ. സോ ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സൈക്ലിസ്റ്റ് ക്യാൻ എക്സിക്യൂട്ട് ദിസ് സർക്കുലർ പാത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ തീറ്റ, or the angle through which the person is leaning inward the horizontal track. അപ്പോൾ എത്രത്തോളം ആംഗിൾ തീറ്റ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുമോ അത്രത്തോളം വേഗത്തിൽ വാഹനം ആ സർക്കുലർ പാത്ത് കൂടെ കടന്നു പോകും.
Also tan theta is v square by rg, therefore theta is equal to tan inverse v square by rg നമുക്ക് മാറ്റി എഴുതാം. So how can you increase the value of theta? So the person will bend more if the velocity is greater or the radius is small. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് ബെൻഡ് ചെയ്യേണ്ടി വരുന്നത്, കൂടുതലായിട്ട് എപ്പോഴാണ് ബെൻഡ് ചെയ്യേണ്ടി വരുന്നത്? ഈ വാഹനം ഓടിക്കുന്ന ആൾക്ക് കൂടുതലായിട്ട് ബെൻഡ് ചെയ്യേണ്ടുന്ന രണ്ട് സിറ്റുവേഷൻ. ഒന്നെന്താണ്, വെലോസിറ്റി ഈസ് ഗ്രേറ്റർ, ഉയർന്ന വേഗത്തിലൂടെ ഈ സർക്കുലർ പാത്ത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിലോ റേഡിയസ് ഈസ് സ്മോൾ, റേഡിയസ് കുറയാൻ വരുന്ന സമയത്ത് ഇതിന്റെ ഈ സർക്കുലർ പാത്ത് ഒന്നും കൂടെ കർവേച്ചർ കൂടും അല്ലെ, കർവേച്ചർ കുറയില്ല, കർവേച്ചർ കൂടുക ചെയ്യും. അപ്പൊ അങ്ങനെ കർവേച്ചർ കൂടുന്ന സമയത്ത് കുറഞ്ഞ റേഡിയസിൽ വാഹനം തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ബെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ റേഡിയസിൽ വേഗത്തിൽ വാഹനം തിരിക്കണമെങ്കിൽ എന്ത് വേണം, ദ ആംഗിൾ തീറ്റ ഷുഡ് ബി മോർ. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ടാൻ തീറ്റ. Then banking of your rods. For getting a centripetal force, cyclists bend towards the center of circular path, but it is not possible in the case of four-wheelers. ഇപ്പോൾ നമുക്കറിയാം, ടൂ വീലേഴ്സ് സൈക്കിളിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും സ്കൂട്ടറിനൊക്കെ ആണെങ്കിലും ഇതുപോലെ സർക്കുലർ പാത്ത് കൂടെ പോകുന്ന സമയത്ത് വാഹനം ചരിക്കാൻ കഴിയും. അതേസമയം ഒരു ഫോർ വീലർ ആണെങ്കിലും ഒരു കാർ ആണെങ്കിലോ ഒരു ബസ് ആണെങ്കിലോ ഇതുപോലെ ചിരിക്കാൻ കഴിയില്ല. പാസഞ്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. So it is for this purpose we are executing this banking. So what is banking? The outer edge of the road is raised above the inner edge so that the vehicle moving on it automatically gets inclined towards the center and execute the curve without skidding. അപ്പോൾ വാഹനം ചെരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, റോഡ് ചെരിച്ചു വെക്കുന്നു. ഇതാണ് എന്ത്, ബാങ്കിങ്. അപ്പോൾ വാഹനം ചെരിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമായ കാര്യമല്ല 4 ചക്രം വണ്ടി വന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ റോഡ് ചെരിച്ചു വെക്കുകയാണ്. അഥവാ ഈ റോഡിന്റെ ഔട്ടർ എഡ്ജ്, ഇതാണ് ഔട്ടർ എഡ്ജ്. ഈ ഔട്ടർ എഡ്ജ് എന്ന് പറയുന്നത് ഇന്നർ എഡ്ജിനേക്കാളും ഉയർത്തി വെക്കുക, റൈറ്റ്? സോ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റേസ്ഡ് എബോവ് ദ ഇന്നർ എഡ്ജ്. സോ ദിസ് ഈസ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദി road and this is the outer edge. The outer edge of the road is raised above the inner edge so that vehicle moving on it automatically gets inclined towards the center and executes the curve without skidding. This is called banking of roads. അപ്പോൾ ഈ രീതിയിൽ വാഹനം സേഫായിട്ട് കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ബാങ്കിങ് വഴി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ വാഹനം ഇതുപോലെ ഈ രീതിയിൽ ഒരു ടേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ വാഹനത്തിന് പുറത്തേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും, റൈറ്റ്? Therefore the friction is acting towards the center. So the small f represent the friction. So the friction is acting towards the center of the circular path and this angle is theta. So we can find the components, right? F cos theta and F sin theta. So if this angle is theta, along the direction of R sin theta we have F cos theta. Then similarly along the direction of mg we have F sin theta. So altogether this becomes what? F cos theta plus R sin theta and downward it is mg plus F sin theta. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവിടെ ഈ കാർ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം the weight of the body mg is acting vertical downward. So mg ആണെന്ത്, നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്ന അതിൻ്റെ വെയിറ്റ്. പിന്നെ എന്തുണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആൾവേസ് നോർമൽ ടു ദി സർഫസ്. അതായത് ഇതാണ് നോർമൽ റിയാക്ഷൻ. ഇപ്പോൾ ഇതാണ് കാർ നിൽക്കുന്ന സർഫസ്, ഇതിന് നോർമലായിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് ഈ റേഡിയസ്, റേഡിയസ് അല്ല, ഈ നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ആർ ഇതുണ്ട്. അപ്പോൾ ആൻഡ് ദിസ് ആർ ഈസ് മേക്കിംഗ് ആംഗിൾ തീറ്റ വിത്ത് ദി വേർട്ടിക്കൽ. ഈ വേർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നത് കൊണ്ട് we can find the components r cos theta and r sin theta. അപ്പോൾ r cos theta r sin theta components കിട്ടുന്നത് നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻസ് ആയിട്ടാണ്. അതുപോലെ എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീറ്റ ആംഗിൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഇവിടെ എം ജി കോസ് തീറ്റ ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ്? പിന്നെ ഇവിടെ എം ജി സൈൻ തീറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസക്തമല്ല. സോ then friction is acting towards center, right?
So if friction F is making angle theta, therefore the components of F will be what? This is F cos theta, right? So R sin theta ഇവിടെ ഉണ്ട്. അപ്പോൾ R sin theta കൂടെ F cos theta കൂടി ഡയറക്ഷനിൽ വരുന്നു. അതുപോലെ ഫ്രിക്ഷൻ്റെ തീറ്റയുടെ സെക്കൻഡ് കമ്പോണന്റ് ഏതാണ്? F sin theta ആണ്. അത് നേരെ താഴേക്കാണ്. അവിടെ തന്നെ mg ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ എന്തായിട്ട് മാറി? mg പ്ലസ് F sin theta ആയിട്ട് മാറി. അപ്പോൾ എഫ് കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും രണ്ട് കമ്പോണൻസും രണ്ട് വ്യത്യസ്ത കമ്പോണൻസുകൾ ഒരേ ഡയറക്ഷൻ വരുന്നോട് കിട്ടുന്നതാണ്. അതുപോലെ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നതിൽ എം ജിയും എഫ് സൈൻ തീറ്റയും രണ്ടും ഒരേ ഡയറക്ഷൻ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ എന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ വ്യത്യസ്ത ഫോഴ്സുകൾ ഒരു ഇൻക്ലൈൻഡ് പ്ലേസിലിരിക്കുന്ന വസ്തുവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ഫോഴ്സുകൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ടേണിങ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ഫോഴ്സുകൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കൽ നിർബന്ധമാണ്. Now from the diagram we can see that mg plus f sin theta is balanced by r cos theta. The mg plus f sin theta is balanced by r cos theta, right? Therefore mg is equal to mg is equal to r cos theta minus f sin theta. And what is f is equal to mu r, right? Therefore this is equal to what? R cos theta minus mu r sin theta, or we can write what? R cos theta minus mu r sin theta is equal to mg. ഇത് തിരിച്ചെഴുതി. mg നമ്മൾ റൈറ്റ് സൈഡിലേക്കും ഈ സംഗതി നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ ദിസ് ഈസ് ഇക്വേഷൻ 1. R cos theta minus mu r sin theta is equation 1. Similarly we can find that f cos theta plus r sin theta. അപ്പോൾ f cos theta plus r sin theta is balanced by mv square by r, which is the centripetal force, is equal to mv square by r, and this is equation 2. Now equation 2 by 1, നമുക്കറിയാം f എന്നതാണ്, it is a friction, right? And f is frictional force, so f is equal to mu r. Therefore mu r cos theta plus r sin theta divide by, അതാണ് ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി ഇക്വേഷൻ 2 by 1 ആണ്. അപ്പോൾ ഇനി ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ ഉള്ളത്? ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ. ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ. ഇനി ആർ എച്ച് എസ് എന്താ ഉള്ളത്? ഇക്വേഷൻ 2ന്റെ ആർ എച്ച് എസ് എന്താണ്? എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്താണ്? എം ജി. സോ ഡിവൈഡ് ബൈ എം ജി അല്ലെങ്കിൽ ഇൻറ്റു 1 by mg എന്ന് എഴുതിയാലും മതി. ഓക്കെ, സോ ബോത്ത് എംസ് വിൽ ബി ക്യാൻസൽ. So this is equal to what? V square by rg. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ മ്യൂ ആർ പ്ലസ് കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വി ആർ ഡിവൈഡിങ് വിത്ത് ആർ കോസ് തീറ്റ. ഓക്കെ, സോ ഡിവൈഡിങ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വിത്ത് ആർ കോസ് തീറ്റ, അതായത് മ്യൂ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ. ഓക്കെ, സോ ഇതാണ് എന്ത്? ന്യൂമറേറ്റർ. സോ ദ ന്യൂമറേറ്റർ ഇസ് ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ. മ്യൂ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ആണ് എന്ത്? ന്യൂമറേറ്റർ, വിച്ച് ഇസ് ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ. ദെൻ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ, ദിസ് വിച്ച് ഇസ് അഗെയിൻ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നോക്കാം. ആദ്യം എന്താണ്? മ്യൂ ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ എടുക്കാം. മ്യൂ ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഇത് നമുക്ക് മ്യൂ ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ മാറ്റി എഴുതാം. അപ്പം മ്യൂ ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റയിൽ 2 ആർ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയോടെ മ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ്? സോ മ്യൂ പ്ലസ്, ഇനി അടുത്തതാണ് ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ. ആറും ആറും ക്യാൻസൽ ചെയ്തിട്ട് പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ, അപ്പോൾ നമ്മൾ ഈ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കാം. ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ. ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ. അപ്പോൾ ഫസ്റ്റ് ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ എന്ത് വരും? 1 വരും. മൈനസ് ഇനി എന്താ ഉള്ളത്? മ്യൂ ആർ സൈൻ തീറ്റ
ബൈ ആർ കോസ് തീറ്റ. അപ്പോൾ 2 ആറും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി അവിടെ മ്യൂ ഉണ്ടായിരിക്കും. പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അത് ടാൻ തീറ്റയാണ്. റൈറ്റ്. സോ ദിസ് വേ വി ക്യാൻ റെഡ്യൂസ് ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് പാർട്ട്. ആർ എച്ച് എസ് പാർട്ട് എന്താണ് നേരത്തെ കിട്ടി, വി സ്ക്വയർ ബൈ ആർ ജി ആണ്. ഓക്കെ. സോ വി മേ റൈറ്റ് വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് മാറ്റി എഴുതാം. നമുക്ക് എന്താണ് കാണേണ്ടത്, നമുക്ക് വി ആണ് കാണേണ്ടത്, വെലോസിറ്റി വിത്ത് വിച്ച് ദ കാർ ക്യാൻ എക്സിക്യൂട്ട് ദിസ് ടേണിംഗ്. അപ്പോൾ എത്ര വേഗത്തിൽ ഈ വാഹനത്തിന് ഇത് കൂടെ കടന്നു പോകാൻ പറ്റും. സോ ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് വി സ്ക്വയർ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ദെർഫോർ വാട്ട് ഈസ് വി, വാട്ട് ഈസ് വെലോസിറ്റി വി, വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു, ഈ ടേംസ് എല്ലാം സ്ക്വയർ റൂട്ടിനുള്ളിലാണ്, ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. So this is the velocity with which the car can execute this turning without skidding, or this is the maximum velocity, that is why we are writing it as Vmax, maximum velocity with which the car can execute this turning. അപ്പോൾ ഈ കാറിന്, ഈ വാഹനത്തിന് ഈ ടേണിങ്ങിലൂടെ കടന്നു പോകാൻ കഴിയുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അല്ലെങ്കിൽ ഇവിടെ ആർ എന്താണ്, ആർ ഇസ് ദ റേഡിയസ്, ഈ കർവേച്ചറിന് അല്ലെങ്കിൽ കർവ്ഡ് പാത്തിന്റെ റേഡിയസ് ആണത് ആർ, അതൊരു കോൺസ്റ്റന്റ് ആണ്. ജി കോൺസ്റ്റന്റ് ആണ്. മ്യൂ എന്താണ്, മ്യൂ എന്ന് പറയുന്നത് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷന്റെ കോയിഫിഷ്യന്റ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. തീറ്റ എന്താണ്, എത്ര ആംഗിളിലാണ് റോഡ് റേസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ അളവാണ് തീറ്റ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. ആർ ജി മ്യൂ തീറ്റ എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. അപ്പോൾ ഈ ആർ എച്ച് എസിന്റെ വാല്യൂ നമ്മൾ കാണാം, ഇത് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു വില കിട്ടും. ആ വിലയേക്കാളും കുറവായിരിക്കണം അല്ലെങ്കിൽ ആ ആർ എച്ച് എസിന്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം എന്ത്, വി. സോ വെലോസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. എന്തുകൊണ്ട് കുറയാൻ കാരണം, ഈ വി എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടി എന്ത് സംഭവിക്കും, ഈ വാഹനത്തിന് വേണ്ടത്ര സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടില്ല. അപ്പോൾ അതിന് കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് വെച്ച് എടുക്കാൻ കഴിയുന്ന മാക്സിമം വേഗത എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഈ വാഹനത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഈ ആർ എച്ച് എസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആറും ജിയും മ്യൂവും തീറ്റ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വിലയേക്കാളും കൂടുതലാണ് ഈ വരുന്ന വാഹനത്തിന്റെ വേഗത എന്നെങ്കിൽ ഈ വാഹനം ഈ ടേണിങ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ സ്കിഡ് ഓഫ് ചെയ്ത് പോകും, റോഡിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് തെറിച്ചു പോകാനുള്ള കാരണം ഇതാണ്. ഓരോ കർവേച്ചറിലും ഓരോ ടേണിങ്ങിലും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വേഗതയുണ്ട്. ആ മാക്സിമം വേഗതയേക്കാളും കൂടുതലാണ് വാഹനത്തിന്റെ വേഗത എന്നുണ്ടെങ്കിൽ ആ വാഹനം റോഡിൽ നിന്നും പുറത്തേക്ക് സ്കിഡ് ഓഫ് ചെയ്യും. So with this we are winding up here. Thank you for watching.